നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ കാത്തിരുന്ന, നമ്മളേറെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു റിസൾട്ട് വരാൻ പോവുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് 14 വർഷം പഠിച്ചതിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. യെസ്, നമ്മുടെ +2 റിസൾട്ട് വരാൻ പോവുകയാണ്. എല്ലാവർക്കും ഉള്ളൊരു ഭയമുണ്ട്, പേടിയുണ്ട്. എൻ്റെ റിസൾട്ട് എന്താകും? എനിക്ക് നല്ല മാർക്ക് ഉണ്ടാകുമോ? എനിക്ക് ഫുൾ A+ ഉണ്ടാകുമോ? ഞാൻ തോൽക്കുമോ? എന്നീ തരത്തിലുള്ള ഭയം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ഉള്ളിലൊരു ഭയം എന്ന് പറയുന്നത് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതിലാണ്. ബട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. കാരണം നമ്മളെ കാണേണ്ടത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്, അല്ലാതെ അത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ കണ്ടിട്ട് കാര്യമില്ല. നമ്മളിൽ തന്നെ വിശ്വസിക്കുക. കാരണം നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. സോ ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ്. ഇനി നിങ്ങളുടെ പേടി നിങ്ങളുടെ റിസൾട്ടിലാണെങ്കിൽ, നിങ്ങളുടെ മാർക്കിലാണെങ്കിൽ, നിങ്ങൾ തോൽക്കുമെന്നുള്ളതിലാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. കാരണം ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് അതായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. എനിക്ക് മാർക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ചെയ്തിരിക്കുക. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഈ ഒരു റിസൾട്ട് അല്ല നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ഈ റിസൾട്ടിലല്ല നമ്മുടെ ജീവിതം കിടക്കുന്നത്. നമുക്ക് ഇനിയും മുമ്പോട്ട് ജീവിതങ്ങളുണ്ട്, നമുക്ക് ഇനിയും മുമ്പോട്ട് ജീവിക്കാനുണ്ട്, ഇനിയും മുമ്പോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കാണുക, അതിൽ ജീവിക്കുക. സോ ഫോക്കസ് ഓൺ ഇറ്റ്. വെൻ യു ഫോക്കസ് ഓൺ ദ ഗുഡ് ഗെറ്റ്സ് ബെറ്റർ. അബ്രഹാം ഹേക്ക്. നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് ഇനിയും നമുക്ക് ഗോൾസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതായിരിക്കണം നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. സോ എപ്പോഴും കൂളായിട്ട്, കാമായിട്ട്, റിലാക്സ്ഡ് ആയിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ IMAD ALDIN signing out from IMADZVLOG. Bye bye.